നമുക്ക് കോഹ്ലിനെ പറ്റി വർത്താനം പറയാം. ആർ ഇന്ത്യൻ ടീം ടു റിലയന്റ് ഓൺ വിരാട് കോഹ്ലി? പച്ച മലയാളത്തിൽ പറഞ്ഞാല് ടീം മൂക്കും കുത്തി വീഴാൻ നോക്കുമ്പോൾ കഴിച്ചലാക്കാൻ വേണ്ടിയിട്ട് എല്ലാരും നോക്കുന്നത് വിരാട് കോഹ്ലിന്റെ ബാറ്റിലേക്കാണോന്ന്. ഇത് 2014 ഒരു പാകിസ്ഥാന്റെ ഒപ്പമുള്ള കളീന്റെ ഇടക്ക് വന്ന പോളാണ്. മറ്റേ ഫാൻസിന് വോട്ട് ചെയ്യാൻ പറ്റുന്ന പോൾസ് ഉണ്ടാവുമല്ലോ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട്. ഈ 2014 എന്ന് പറയുന്നത് രാജമാണിക്യ സിനിമയിൽ പറഞ്ഞ പോലെ നീ മാണിക്യല്ലടാ രാജമാണിക്യാടാന്ന് നമ്മൾ കോഹ്ലിനെ പറ്റി പറഞ്ഞു തുടങ്ങുന്ന ടൈമാണ്. ആ സമയത്താണല്ലോ കിങ് എന്ന് വിളിച്ച് തുടങ്ങുന്നത്. അന്നത്തെ പോൾ റിസൾട്ടിൽ 67% ആൾക്കാരാണ് യെസ് പറഞ്ഞത്. അതായത് കോഹ്ലിനെ ആശ്രയിച്ചിട്ടാണ് ഇന്ത്യൻ ടീം നിൽക്കുന്നത്. 2014 അതായത് 12 കൊല്ലം മുമ്പുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. അത് കഴിഞ്ഞ് ക്യാപ്റ്റന്മാർ കുറെ മാറി വന്ന്, കോച്ചുമാർ കുറെ മാറി വന്ന്, ഇന്ത്യൻ ടീമിന്റെ ടാക്ടിക്സ് മാറി, സ്ട്രക്ചർ മാറി, എല്ലാം മാറി. മാറാത്തതായിട്ട് ഈ ഒറ്റ കാര്യം മാത്രമേ ഉണ്ടാവൂ. ഏത്? 2-3 വിക്കറ്റ് വീണ് പ്രഷർ ഇങ്ങനെ വരാൻ തുടങ്ങുമ്പോൾ കമ്മിറ്റ്മെന്റ് തെളിയിക്കണം എന്ന് പറഞ്ഞ ആൾക്കാരും, ഡൊമസ്റ്റിക് കളിച്ചാലേ വേൾഡ് കപ്പ് കളിക്കാൻ പെടുമെന്ന് പറഞ്ഞ ആൾക്കാരും, വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടിയിട്ട് കുറെ തെളിയിക്കാനുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരും, വയസ്സ് കുറെ ആയില്ലേ റിട്ടയർ ആയിക്കൂടെ എന്ന് പറയുന്ന ആൾക്കാരെല്ലാം എങ്ങോട്ടാ നോക്കുക? ആ 18 നമ്പർ ജേഴ്സി ഇട്ട ഫീൽഡ് ക്യാപ്റ്റനാണ് അല്ലേ? ഈ കഴിഞ്ഞ ന്യൂസിലൻഡിന്റെ ഒപ്പമുള്ള 3ാമത്തെ ഓടിയന്റെ സമയത്ത് ഞാൻ ബസ്സിൽ നിന്നാണ് കളി കാണുന്നത്. അപ്പൊ ഇങ്ങനെ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്തിരിക്കുന്ന ഏട്ടൻ മൂസാർ ഇങ്ങനെ ഇടക്കിടക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു ഇന്ത്യന്റെ കളിയാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു അതെ. ചങ്ങായി പറഞ്ഞു ചങ്ങായി കുറേ ആയി കളിയൊന്നും കാണയില്ല, ആരപ്പരാന്ന് കളിയും ചോദിച്ചു. ഞാൻ പറഞ്ഞു ന്യൂസിലൻഡിന്റെ ഒപ്പരാന്ന് കളി, ഇന്ത്യ ചേസ് ചെയ്യലാണ്, പക്ഷെ ഇത് മിക്കവാറും തോക്കും, അങ്ങനെ ആ കാര്യം എന്ന് പറഞ്ഞു. ചങ്ങായി ചോദിച്ചു എല്ലാവരും ഔട്ടായി പോയല്ലേ? ഞാൻ പറഞ്ഞു എല്ലാവരും പോയി, കോഹ്ലിയും ഒരു ബോളറും മാത്രമേ ഉള്ളൂ, നമ്മളെ ഹർഷിത് റാണ അന്നേരം ക്രീസിലുണ്ടായി. അപ്പൊ ചങ്ങായി പറഞ്ഞു കോഹ്ലി ഉണ്ടല്ലേ, കോഹ്ലി നിന്നാൽ ചിലപ്പം ജയിക്കും. കോഹ്ലിന്റെ കരിയറിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ് ഇത്. ആ ചങ്ങായി ക്രീസിലുണ്ടെങ്കിൽ എത്ര വലിയ ടോട്ടൽ ആയാലും ഇന്ത്യ ജയിക്കും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. എങ്ങനെയുള്ള ഈ മനുഷ്യനോടാണ് ഇവര് വേൾഡ് കപ്പ് കളിക്കണ്ടെങ്കിൽ കമ്മിറ്റ്മെന്റ് കാണിക്കണം, നീ മറ്റേത് ചെയ്യണം മറിച്ചേത് ചെയ്യണം എന്ന് പറയുന്നു. ഇനി ശരിക്കും ഈ ചങ്ങായി അങ്ങ് വിരമിച്ചാൽ എന്നായിരിക്കും അവസ്ഥ? T20 ഒരു പ്രശ്നമില്ല. ഏത്? T20 നമ്മളാണ് വേൾഡിലെ ബെസ്റ്റ് ടീം, നല്ല മാച്ച് വിന്നേഴ്സ് ഉണ്ട്, നല്ല പെർഫോമൻസ് ആണ്, T20 ഓക്കെയാണ്. പക്ഷെ പ്രശ്നം നമ്മൾ വന്നത് കണ്ടു എവിടെ? ടെസ്റ്റിൽ. കോഹ്ലി ഉണ്ടെങ്കിൽ ഈ കഴിഞ്ഞ സീരീസ് എല്ലാം ഇന്ത്യ പാട്ടും പാടി ജയിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെങ്കിൽ കോഹ്ലി ഉണ്ടായ സമയത്ത് ഇന്ത്യൻ ടീം എന്ന് പറഞ്ഞാൽ അവർ ടെസ്റ്റ് കളിക്കാൻ ഇറങ്ങുന്നത് ജയിക്കാൻ വേണ്ടി മാത്രം. ഇപ്പോഴത്തെ അവസ്ഥ എന്നാ? ജയിച്ചാ സന്തോഷം, സമനിലയായാലും ഓക്കെ, തോറ്റാനാ തോറ്റ്, ഏത്? അത്രയേ ഉള്ളൂ. ആ ഒരു മെന്റാലിറ്റി പോയി. ഇന്ത്യക്ക് എല്ലാ ജനറേഷനിലും ഒരു ആങ്കർ അല്ലെങ്കിൽ എന്നാ പറയാ നമുക്കൊരു പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. അന്തകാലത്ത് സുനിൽ ഗവാസ്കർ, കപിൽ ദേവ്, പിന്നെ നമ്മളെ സച്ചിന്, ധോനി, ഇപ്പം കോഹ്ലി. ഏത്? അതുവരെ സെറ്റാണ്. പക്ഷെ ഇനി കോഹ്ലി കഴിഞ്ഞാൽ ആരാണ്? ആ ചോദ്യമാണ് നമ്മൾ ചോദിക്കണ്ടേ. ദീപക് ഹൂഡ എന്നെല്ലാം പറഞ്ഞൊരു ടീം ഉണ്ടായിരുന്നു കുറച്ചു കാലം മുന്നേ. മറ്റേ കോഹ്ലിക്ക് പകരം ഇനി ദീപക് ഹൂഡ കളിക്കണം, അതുകൊണ്ട് ഇനി ബോളിംഗ് ഓപ്ഷനും കൂടി കിട്ടുമെന്നല്ലോ. ആ ടൂർണമെന്റ് തന്നെ പാകിസ്ഥാന്റെ ഒപ്പമുള്ള കളിയിൽ കാണിച്ചു കൊടുത്തു കോഹ്ലി എന്തുകൊണ്ടാണ് കോഹ്ലി, എന്തിനാണ് കോഹ്ലി എന്നുള്ളത്. ചിലപ്പോൾ പെട്ടെന്നൊരു ദിവസം ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ട് ഈ ചങ്ങായി കളിയങ്ങ് നിർത്തും. പിന്നെ ആരാണ് കോഹ്ലിക്ക് ശേഷം? ആരാ? ഗില്ല്, രാഹുൽ, ശ്രേയസ് അയ്യർ, പന്ത്, ജയ്സ്വാൾ എല്ലാവരും ടോപ്പ് ക്വാളിറ്റി പ്ലെയേഴ്സാണ്. പക്ഷെ ഇപ്പോൾ അവരൊന്നും കോഹ്ലിൻ്റെ ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല. ഇപ്പം കോഹ്ലിൻ്റെ ലെവലിൽ എത്തിയിട്ടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കോഹ്ലി ഡെവലപ്പായി വന്നിട്ട് ആ പ്രൈമിലേക്ക് കടക്കുന്നത് നമ്മളെ സച്ചിൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ആ ടൈമിലാണ്. അപ്പോൾ സച്ചിൻ കഴിഞ്ഞാൽ ആര് എന്നുള്ളതിന് ഒരു ഉത്തരം ഓൾറെഡി അവിടെ ഉണ്ടേനും. സച്ചിൻ കഴിഞ്ഞാൽ കോഹ്ലി. പക്ഷെ അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കോഹ്ലി കഴിഞ്ഞാൽ ഇനി ആര് എന്നുള്ള ചോദ്യം ചോദിക്കാൻ വരെ എല്ലാവർക്കും സത്യത്തിൽ ഇപ്പൊ പേടിയാണ്. 26 വയസ്സാകുമ്പോഴേക്ക് 30 സെഞ്ചുറി ഉണ്ടേനും കോഹ്ലിക്ക്, 30 ഇന്റർനാഷണൽ സെഞ്ചുറി. ഇപ്പൊ ആ ഒരു കാറ്റഗറിയിലുള്ളത് ഗില്ലാണ്. 19 ഇന്റർനാഷണൽ സെഞ്ചുറി ഉണ്ട് ഗില്ലിന്. പക്ഷെ ഇപ്പോൾ ക്രൂഷ്യൽ മൊമെന്റിൽ, ക്രൂഷ്യൽ മാച്ചിൽ ഗില്ലുണ്ടല്ലോ ക്രീസിൽ, ഓൻ ജയിപ്പിച്ചോളൂ എന്നുള്ളൊരു പറച്ചില് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ല. അതാണ് ഏറ്റവും സങ്കടമായ കാര്യം. ഇത്രയും പൊട്ടൻഷ്യലുള്ള പ്ലേയേഴ്സ്, ഗില്ല്, ജയ്സ്വാൾ, അങ്ങനെ ഇഷ്ടംപോലെ പ്ലേയേഴ്സ് നമുക്കുണ്ട്. പക്ഷെ ഇത് തന്നെ
ക്രൂഷ്യൽ മാച്ചസിൽ അവരുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് വരാനുണ്ട്. അത് കോഹ്ലി ക്രീസിലുണ്ടാകുമ്പോഴുള്ള കോൺഫിഡൻസിന്റെ എന്താ പറയാ, ഒരു 7 അയലത്ത് പോലും ഇതുവരെ എത്തിയിട്ടില്ല. ഇങ്ങനെയല്ലാന്ന് കാര്യമെങ്കിലും നമുക്കറിയാം, ക്രിക്കറ്റ് ഒരു ടീം ഗെയിമാണ്. നമ്മളെ ഇന്ത്യൻ ടീം എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ടാലൻസിനെ ഡെയിലി എന്ന് പറയുന്ന പോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാണ് ഇങ്ങനെ കമ്മിറ്റ്മെന്റ്, ഡെഡിക്കേഷൻ, ഫിറ്റ്നസ്, അഗ്രഷൻ ഇതെല്ലാം കൂടിയിട്ട് ഒരു എന്താ പറയുക ദം ബിരിയാണി പോലത്തെ ഒരു പ്ലെയറില്ലേ, കോഹ്ലിനെ പോലത്തെ, അങ്ങനത്തെ ഒരു പ്ലെയറെ നമുക്ക് ഇനി കിട്ടുമെന്ന് സംശയമാണ്. അവിടെയാണ് കോഹ്ലി വിരമിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോലത്തെ ഫാൻസിന് സങ്കടമാകാൻ പോകുന്നത്. അപ്പൊ ഇനി 2026 2027 ഇനിയിപ്പം കോഹ്ലി വിരമിക്കുന്ന വരെയും ആ ചങ്ങായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പോള് വന്നിട്ടുണ്ടെങ്കിൽ, ഏത് ഇന്ത്യ ടൂർ റിലയൻഡ് ഓൺ വിരാട് കോഹ്ലി എന്നുള്ള പോള് വന്നിട്ടുണ്ടെങ്കിൽ അത് എസ് തന്നെ ആയിരിക്കും. കാരണം ആ ചങ്ങായി പാകിസ്ഥാന്റെ ഒപ്പരവും സൗത്ത് ആഫ്രിക്കേന്റെ ഒപ്പരവും ഓസ്ട്രേലിയന്റെ ഒപ്പരവും ന്യൂസിലാൻഡിന്റെ ഒപ്പരെല്ലാം എടുത്തു വെച്ച ഇന്നിങ്സും ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം മതി. ഇനി ചങ്ങായി തുടർന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. എല്ലാവരും മുന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്, 2020 ടെസ്റ്റൊന്നും കോഹ്ലി വിരമിച്ചേരും. ഇനിയിപ്പോ എന്താണപ്പാ കൊല്ലത്തില് മറ്റേ ഓണവും വിഷുവും വരുന്ന പോലെ 3-4 ODI സീരീസിലല്ലേ കളിക്കൂ. അപ്പൊ ഈ ചങ്ങായി വിരമിച്ച് പോകുന്നതാണ് നല്ലത്. കാരണം ഇങ്ങനെ ഗെയിം ടൈം കുറയുമ്പം കളി കുറയും. അപ്പൊ ഈ ഉണ്ടാക്കി വെച്ച ഒരു എന്താ പറയാ ആ പ്രതിഭേനെ അത് ബാധിക്കുമെന്നല്ലാന്ന് കുറെ ആൾക്കാർ പറഞ്ഞേ. ചങ്ങായി വരുന്ന് സെഞ്ചുറി അടിക്കുന്നു, ചങ്ങായി വരുന്ന് 50 അടിക്കുന്നു, ചങ്ങായി വരുന്ന് ടീമിനെ ഏൽപ്പിക്കുന്നു. 10-12 കൊല്ലം മുന്നേ ഇതാണ് അവസ്ഥ, ഇപ്പോ ഇതാണ് അവസ്ഥ. കോഹ്ലിനെ പറ്റി വർത്താനം പറഞ്ഞുകൊണ്ടെന്നാ പിന്നെ ഈ ഒരു വീഡിയോ ഒന്നും മതിയാവൂല നമുക്ക് തീർക്കാൻ. പക്ഷെ എന്തായാലും നമുക്കിനി വേറൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഫോളോ ചെയ്താൽ നന്ദിയുണ്ടേ.